അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. ഇന്നലെ കലക്കി കേട്ടാ. ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് പറയുമായിരുന്നു ഒരുപാട് കാര്യം. ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ട് പോലും സന്ദീപ് അത് കറക്റ്റായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ മനുഷ്യ ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ട് നടക്കുക, അതൊക്കെ പഠിക്കും, ഇനിയുള്ള സമയം യൂട്യൂബിലൊക്കെ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. സവാരി ഗിരിഗിരിയാണ്. പക്ഷേ നമുക്ക് ഇന്നൊരു വലിയൊരു ഗസ്റ്റുണ്ട്. അതായത് സീരിയലിലൂടെ വന്ന് അതിനുശേഷം സിനിമയിലൂടെ കയറി ഇപ്പോൾ സിനിമയിൽ സജീവമായിട്ട് എല്ലാ സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്ന, എന്താണ് പറയുന്നത്, ഒരു നല്ല മനുഷ്യൻ. എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ബാലാജി. വെൽക്കം ബാലാജി ടു പറയാം നേടാം. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ട് ഇങ്ങനെ കൊറോണ കാലമൊക്കെ നമ്മൾ അതിജീവിച്ചപ്പോ വാക്സിനും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കെല്ലാം പ്രത്യാശയുടെ ദിനങ്ങളാണ്. അതെ. ഇത് സന്ദീപ് ഫ്രോഡിയാൻ മെന്റലിസ്റ്റ് ആണ്. ഇപ്പൊ എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ വിരട്ടിയിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എന്ത് മൈൻഡിൽ പുള്ളി ചേട്ടനെ മെന്റലിസ്റ്റ് ഇതായിരിക്കോ? അതായത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം മുഴുവൻ പുള്ളി പറയുക. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇരിക്കാനും പറ്റൂലല്ലോ. അതാണല്ലോ എൻ്റെ ഒരു കഷ്ടം. സവാരി ഗിരിഗിരി എന്ന സെഗ്മെന്റിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യങ്ങൾക്ക് സന്ദീപിന് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഒന്ന് സഹായിക്കണം ബാലാജി. ഓക്കെ? തീർച്ചയായിട്ടും എനിക്കറിയാമെങ്കിൽ സഹായിക്കുന്നതാണ്. ഓ, താങ്ക് യു ഏട്ടാ, താങ്ക് യു. ആക്ച്വലി ഞാനും ബാലാചേട്ടനും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാലാചേട്ടൻ മറന്നുപോയി കാണും. ഗോസ്റ്റ് വില്ല എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോസ്റ്റ് വില്ല മഹേഷ് കേശവ് ഡയറക്ട് ചെയ്ത. അതെ 3D മൂവി. അപ്പൊ അതിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും അസിസ്റ്റന്റ് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ മറന്നുപോയി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. സവാരി ഗിരിഗിരിയാണ്. ഓക്കെ, സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. വിജയ പതാക പാറിപ്പറപ്പിച്ച് വിജയശ്രീ ലാളിതരായി തിരിച്ചു വരിക. ഈ ഡയലോഗ് ആരോട് പറയുന്നതാണ്? എ, തമിഴ്നാട് സർക്കാർ രാംദാസിനോട്. ബി, കിഷൻ നായർ രാംദാസിനോട്. സി, വിജയനോട് രാംദാസ്. തമിഴ്നാട് സർക്കാർ രാംദാസിന്റെ അടുത്തല്ലേ? ഒന്ന് ആലോചിച്ചോക്ക്. നീ പറഞ്ഞ കറക്റ്റ് ഉത്തരം പറഞ്ഞത് അതിന് വഴിക്ക് മാറിപ്പോലല്ലേ? ഓപ്ഷൻസ് ഒന്നുകൂടെ പറയോ, കൺഫ്യൂഷൻ ആയി പോയി. സർക്കാർ രാംദാസിനോട്, കൃഷ്ണൻ നായർ രാംദാസിനോട്, വിജയനോട് രാംദാസ്. കൃഷ്ണൻ നായർ രാംദാസിനോട്. കൃഷ്ണൻ നായർ രാംദാസിനോട്. ഓപ്ഷൻ ബി ഞാൻ എടുത്തിട്ട് പൂട്ടിക്കോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ബാലാജി, നമുക്കൊരു പാട്ട് കേട്ടാലോ നമ്മുടെ സന്ദീപിന്റെ? തീർച്ചയായിട്ടും കേൾക്കാം. സിംഹത്തിന്റെ മടയിലാണ് ഇരിക്കുന്നത്. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല. ഞാൻ ഇപ്പൊ സിംഹമൊന്നും അല്ല, വെറും പുലിയല്ല, വെറും എലി. എന്നാലും ഒരു 2 വരി. ഇടയ്ക്ക് ചേട്ടന്റെ പിന്നെ അയ്യപ്പ ഭക്തിഗാനം മൃത്യുഞ്ജയ മന്ത്രം സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. ലോകവീരം അതിഗംഭീരം, മഹാപൂജ്യം. ലോകവീര ത്രയംബക വിജാമി, അത് സൂപ്പറായി. താങ്ക് യു. അത് കേട്ടിട്ട് ഉറങ്ങാൻ പറഞ്ഞൊരു. ഓക്കെ, അപ്പം മലയാളത്തിൽ നിന്നൊന്നും പാടുന്നില്ല, അത് പാടി കൊളവാക്കുന്നില്ല. ഹിന്ദിന്ന് 2 വരി. നിങ്ങൾ മലയാളത്തിലോട്ട് വരുന്നേ ഇല്ല. തമിഴില് കുറെ പിടിക്കുന്നു, പിന്നെ ഇപ്പൊ ഹിന്ദിയിൽ പോണു. നടക്കട്ടെ. ഓക്കെ. തുമിലേ ദിൽ കിലേ और जीने को क्या चाहिए, हाँ तू मिले दिल के लिए और जीने को क्या चाहिए, ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर, ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर, सारे संसार क्या प्यार मैंने तुझे पाया, तू मिले दिल के लिए और जीने को क्या चाहिए. പാടിക്കോളമാക്കിയോ? ഒരു ശകലം. കുഴപ്പമില്ല. അതായത് വേറൊന്നുമല്ല, നമ്മള് ഇവിടുന്ന് തിരിച്ച് ട്രിവാൻഡ്രത്ത് തിരിച്ച് കൊല്ലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു.
കൊല്ലമല്ലേ, കൊല്ലത്ത് ആരാ? ആ കൊല്ലത്ത് അനിയനുണ്ട്. ആ അനിയന്റെ വീട്ടിൽ പോകണമെന്ന് ആലോചിച്ചു. പക്ഷെ ഇവിടുന്ന് തിരിച്ച് കൊല്ലത്തോട്ട് നേരിട്ട് പോകുന്നതിന് പകരം കൊട്ടാരക്കര വഴി കറങ്ങി അങ്ങ് കൊല്ലത്തെത്തി. നന്നായിരുന്നു, കുഴപ്പമില്ല. ഒരു സ്കെയിൽ ചേഞ്ച് വന്നു. അത് കുഴപ്പമില്ല, കാരണം യു ആർ നോട്ട് എ സിംഗർ. അതെ, കാരണം പാഷനല്ലേ അതൊക്കെ. അപ്പം ബി കിഷൻ നായർ രാംദാസിനോട് എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു.